ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇഞ്ചി തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഏറെ എണ്ണ ഒഴിക്കണം കേട്ടോ. നമുക്ക് ഇഞ്ചിയും ഉള്ളിയെല്ലാം വറുത്തെടുക്കണം. ഈ എണ്ണയിൽ തന്നെയാണ് എല്ലാം വറുത്തെടുക്കുന്നത്. അപ്പം ഇഞ്ചി നമുക്ക് നന്നായിട്ട് കളറിൽ വറുത്തെടുക്കണം. അപ്പോൾ അത് 2-3 ദിവസമൊക്കെ കേടാവാതെ വെളിയിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. പക്ഷേ ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് അതിന് ഇഞ്ചി തീയലിനൊരു ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അപ്പം ഈ ഒരു പരുവത്തിന് ഞാൻ മൂപ്പിച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ. അതും ഈ എണ്ണയിൽ തന്നെ ഇട്ടാണ് വറക്കുന്നത്. പിന്നെ ഇഞ്ചി നമ്മൾ ഇതിൽ ഞാൻ അരച്ചൊന്നും ചേർക്കുന്നൊന്നുമില്ല, കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പൊടിക്കുന്നൊന്നുമില്ല. അങ്ങനെ തന്നെ നമ്മൾ ഇഞ്ചി തീയലുണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുവാണ്. ആ പാനിൽ തന്നെ വീണ്ടും തേങ്ങ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുവാണ്. ഇതിനകത്തോട്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർക്കുവാണ്. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുവാണ് കേട്ടോ. തേങ്ങ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉലുവയും കായം ഓരോന്നുള്ളിൽ ചേർത്താൽ മാത്രം മതി കേട്ടോ. ചിലർ ചേർക്കാറില്ല, ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ തേങ്ങ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. പിന്നെ ഞാനൊരു ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുവാണേ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ കടുക് താളിക്കുന്നതിന് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഒന്ന് മിക്സറി ജാറിലിട്ടൊന്ന് ജസ്റ്റ് കറക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ്. പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഇഞ്ചിയുടെ കഷ്ണങ്ങളൊന്നും കഴിക്കാനൊന്നും കിട്ടത്തില്ല. പിന്നെ വാളംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആദ്യം ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. പിന്നെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് പറ്റിച്ചെടുക്കാവേ. പിന്നെ ഇതിൽ മധുരമൊന്നും ചേർക്കുന്നില്ല, മധുരം ഇല്ലാത്തതാണ് തീയലാണ്. മധുരം ഇനിയിപ്പം ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ചൊരു ശർക്കരയുടെ പീസിടാം, അപ്പോൾ ഒരു ചെറിയൊരു മധുരം കൂടെ വരും. അപ്പോൾ ഇത് മധുരമില്ലാത്ത ഇഞ്ചി തീയലാണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഞ്ചി തീയൽ റെഡി ആയിട്ടുണ്ട്.